നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിഗിൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്ടിലെ എൻഡോക്രൈൻ സർജനാണ്. ഒരു തൈറോയ്ഡ് ശസ്ത്രക്രിയ എങ്ങനെ നമുക്ക് സുരക്ഷിതമായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഈ സർജറി ചെയ്യുമ്പം ആളുകൾക്കുള്ള സാധാരണ ഒരു ചോദ്യം ഈ സർജറി എത്രമാത്രം സേഫാണ് എന്നുള്ളതാണ്. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തല്ല നമ്മളൊരു തൈറോയ്ഡ് സർജറി സേഫാക്കി വെക്കില്ല. നമ്മൾ ഈ പ്ലാനിങ് ചെയ്യുന്നത് ഓപ്പറേഷൻ ടേബിളിന് മുന്നേ തന്നെ, നമ്മൾ ഒ പിയിൽ പേഷ്യൻറ്റിനെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യും. ഒരു മുഴയായിട്ട് രോഗി നമ്മളടുത്ത് വരികയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ശ്രദ്ധിക്കും. അപ്പോൾ ഈ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് കുറഞ്ഞിരിക്കുകയോ കൂടിയിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തൈറോയ്ഡിൽ മരുന്നുകൾ നൽകി ഈ ഫങ്ഷൻ ടെസ്റ്റ് നോർമലൈസ് ചെയ്യും. അതാണ് ആദ്യത്തെ പടി. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് പേഷ്യൻറ്റിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ നെക്കിൻ്റെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. USG നെക്ക് എന്ന് പറയും. ഇതിൽ നമ്മൾ നോക്കിയിട്ട് തൈറോയ്ഡിൽ എന്തോരം സ്കോറിംഗ് ഉണ്ട്, ഒരു അസുഖം, ഒരു ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരാനുള്ള റിസ്കുകൾ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കും. ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ തൈറോയ്ഡ് സർജറി പ്ലാൻ ചെയ്യുകയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ചില പേഷ്യൻസിന് നമുക്ക് നെഞ്ചിനകത്തേക്ക് ഇരിക്കുന്ന സംശയങ്ങളുള്ള മുഴകൾക്ക് CT സ്കാൻ ചെയ്യേണ്ടതായിട്ടും, അതേപോലെ ഓപ്പറേഷന് മുന്നേ ഒരു നമ്മുടെ വോക്കൽ കോഡ് അസസ്മെൻറ്റ്, തൈറോയ്ഡിന് നേരെ പിറകിലിരിക്കുന്ന 2 ചെറിയ നാഡികളുണ്ട്. ഇതിനാണ് നമ്മൾ റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവ് എന്ന് പറയാം. ഈ നെർവിൽ ആണ് നമ്മുടെ ലാരിങ്സിലുള്ള വോയിസ് ബോക്സ് എന്ന് പറയുന്ന ലാരിങ്സിൻ്റെ അകത്തുള്ള വോക്കൽ കോഡ്സ് ഉണ്ട്. ചെറിയ 2 കോഡാണ്. ഈ കോഡുകൾ ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ വോയിസ് പുറത്തേക്ക് വരിക. ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ നോർമലാണോ, നമ്മുടെ നാഡികൾ പ്രവർത്തിക്കുന്നുണ്ടോ നോക്കുന്ന വോക്കൽ കോഡ് അസസ്മെൻറ്റും കൂടെ ഓപ്പറേഷന് മുന്നേയായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇത്തരം പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടിയാണ് നമ്മൾ തൈറോയ്ഡ് സർജറി സേഫായിട്ട് ഇരിക്കുക. ഇതിന് ഓപ്പറേഷന് ശേഷം നമ്മൾ ശബ്ദത്തിനുണ്ടാകുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അതുപോലെ കൈകാൽ കൊച്ചി പിടിക്കുക, അതായത് ഹൈപ്പോ കാൽസ്യമിയുടെ സിംറ്റംസ് ആണ്, കാൽസ്യം കുറഞ്ഞു പോകുന്നതിൻ്റെ സിംറ്റംസ്. ഇതെല്ലാം വരാനുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ടെന്നാണ് സംശയം സാധാരണയായിട്ട് ഉണ്ടാവാറ്. അപ്പോൾ അതിൽ ആദ്യം ശബ്ദത്തിൻ്റെ കാര്യം പറയാം. ഞാൻ പറഞ്ഞു, ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ നേരെ പിറകുവശത്ത് ചെറിയ മുടീൻ്റെ നാരിൻ്റെ അത്രയുള്ള ഗ്രന്ഥികളുണ്ട്. ഈ നാഡികളാണ് നമ്മൾ വോക്കൽ കോഡിൻ്റെ മൂവ്മെൻറ്റ്സിനെയും ശബ്ദത്തിനെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്പേർട്ട് തൈറോയ്ഡ് സർജൻ, ഡെയിലി തൈറോയ്ഡ് സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഈ നാഡികളെ കണ്ടുപിടിക്കുകയും ഈ നാഡികളെ സുരക്ഷിതമാക്കുകയും സർജറി സമയത്ത് ചെയ്യാൻ അറിയാം. അതേപോലെ ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ ന്യൂറോ മോണിറ്ററിങ് സംവിധാനം എന്നാ പറയുക, ഇൻട്രാ ഓപ്പറേറ്റീവ് ന്യൂറോ മോണിറ്ററിങ്. നമുക്കുണ്ടാവുന്ന വോയിസിനുണ്ടാവുന്ന ചേഞ്ചസ് വളരെ 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 കുറവായിരിക്കും. നമ്മൾ തൈറോയ്ഡ് സർജറി കഴിഞ്ഞാൽ കാൽസ്യം കുറയാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വശങ്ങളിലായിട്ട് 4 ഭാഗങ്ങളായിട്ട് ചെറിയ കടുകുമണി പോലത്തെ ഒരു ഗ്രന്ഥികളുണ്ട്. ഈ ഗ്രന്ഥികളുടെ പേരാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾ. ഈ ഗ്രന്ഥികളാണ് നമ്മൾ ശരീരത്തിലെ കാൽസ്യത്തിനെ ബാലൻസ് ചെയ്ത് വെക്കുന്നത്. അതായത് ബ്ലഡിലെയും എല്ലിലെയും കാൽസ്യത്തിനെ ബാലൻസ് ചെയ്ത് വെക്കുന്ന ഗ്രന്ഥികളാണ് ഇവ. അപ്പോൾ ഈ ഗ്രന്ഥികൾ തൈറോയ്ഡ് സർജറി സമയത്ത് സാധാരണ രീതിയിൽ എന്തെങ്കിലും അതിലേക്ക് രക്തയോട്ടക്കുറവ് വരികയോ, അതിൽ ചെറിയ ചൂട് തട്ടുകയോ അല്ലെങ്കിൽ ചെറിയ ക്ഷതങ്ങൾ പറ്റുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു പോകാം. അപ്പോൾ കുറച്ച് ആഴ്ച, ഒരു 4 ആഴ്ച, ചിലപ്പോൾ ഒരു 6 ആഴ്ചയൊക്കെ ചിലപ്പം കാൽസ്യത്തിൻ്റെ ഗുളികൾ കഴിക്കേണ്ടി വരാറുണ്ട്. ഇതിനാണ് ട്രാൻസിയൻറ്റ് ഹൈപ്പോകാൽസ്യമia എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ചില ആളുകൾക്ക്, ചുരുക്കം ആളുകൾക്ക് ഇത് പെർമനൻ്റ് ആയിട്ട് കാൽസ്യം ഗുളികൾ കഴിക്കുകയും ശക്തമായ കാൽസ്യം കുറവിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. ഇതിന് മാറ്റാൻ ഞങ്ങൾ യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ചാൽ, എല്ലാ സർജറി സമയത്തും ഈ ചെറിയ പാരാതൈറോയ്ഡ് ഗ്രന്ഥികളെ നമ്മൾ കറക്റ്റായിട്ട് അവനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവനെ സേഫാക്കി വെക്കാനായിട്ട് ശ്രമിക്കും. ഈ 4 ഗ്രന്ഥിനും സേഫാക്കി വെക്കാൻ ശ്രമിക്കും. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥികളെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രന്ഥിനെ നേരെ നമ്മളെ കഴുത്തിലെ മസിലിലേക്ക് അതിനെ നമ്മൾ ഓട്ടോ ട്രാൻസ്പ്ലാന്റ് ചെയ്യും, അതിനങ്ങ് മാറ്റിക്കളയും. ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഒരു പാരാതൈറോയ്ഡ് ഹോർമോൺ എന്നുള്ള ഒരു ഹോർമോൺ ഉണ്ടാക്കും. അപ്പം ആ ഹോർമോൺ കുറച്ച് ആഴ്ചകൾ കൊണ്ട് ഈ മസിലിൻ്റെ അകത്തു നിന്ന് ഉണ്ടാക്കുകയും കുറച്ച് ആഴ്ചകൾ കൊണ്ട് നമുക്ക് ശരീരത്തിൽ കാൽസ്യം വീണ്ടും നോർമലായിട്ടിരിക്കുകയും ചെയ്യാറുണ്ട്. ഇനി പേഷ്യൻസിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഷ്യൻസ് നിർബന്ധമായും അവർ കഴിക്കുന്ന മരുന്നിൻ്റെ ഡീറ്റെയിൽസ്, അവരെന്തെങ്കിലും വേദന സംഹാരികൾ കഴിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അവർ ബ്ലഡ് തിന്നേഴ്സ്, നമ്മൾ രക്തം നേർപ്പിക്കുന്ന മരുന്നുകളായ ആസ്പിരിൻ പോലത്തെ ഗുളികൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും തൈറോയ്ഡ് സർജൻ്റെ അടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതേപോലെ ഫോളോ അപ്പ് സമയത്ത്
പേഷ്യൻസിൻ്റെ അടുത്ത് എപ്പോഴാണ് തൈറോയ്ഡ് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കും, എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്, എപ്പോഴാണ് കാൽസ്യം ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്, കാൽസ്യം ഗുളിക എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറയുന്ന എല്ലാ ഡീറ്റെയിൽസും പേഷ്യൻ്റ് അതായത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസോ വേറെ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ തൈറോയ്ഡ് സർജറി സുഗമമായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്.